ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന അറിയിപ്പ്. എല്ലാവരും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതിനു മുമ്പായിട്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സുപ്രധാന അറിയിപ്പിലേക്ക് വരാം. കേരളത്തിൽ 62 ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷനുമായി കൊണ്ടിരിക്കുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുമായി കൊണ്ടിരിക്കുന്നത്. കർഷക പെൻഷൻ, വിധവാ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പെൻഷനുകളും ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ 62 ലക്ഷം പേർ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. കേരള സർക്കാരിന് മാസത്തിൽ 900 കോടി രൂപയാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ചെലവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇത്തവണ ഡിസംബർ 25 മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനുള്ള സാമ്പത്തിക ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് പ്രധാന വിവരം ലഭിച്ചിരിക്കുന്നത്. അതിനുള്ള സാമ്പത്തിക ഫണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്ത് എല്ലാം തന്നെ സംവിധാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാന അറിയിപ്പ്. നവംബർ അവസാനം ക്ഷേമ പെൻഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ 3200 രൂപ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും സുപ്രധാന അറിയിപ്പ്, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും സന്തോഷം നൽകുന്ന അറിയിപ്പാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടിയുണ്ട്. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള ഒരു സുപ്രധാന അവസരം വന്നിരിക്കുന്നു. ഡിസംബർ 10, 2024 ഡിസംബർ 10 വരെയാണ് ഇത് മാറ്റാനുള്ള അവസരം. മുൻഗണനാ കാർഡ് മാറ്റാനുള്ള അവസരം എല്ലാവരും തന്നെ ഉപയോഗപ്പെടുത്തുക. കിടപ്പ് രോഗികൾ, മറ്റുള്ള അസുഖം വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ മാറ്റാനുള്ള അവസരമുണ്ട്. അതുകൂടി മാറ്റാനുള്ള അവസരം. മൂന്നാമതൊരു സുപ്രധാന അറിയിപ്പ് കൂടിയുണ്ട്. നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് 899 രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ആണ് ലഭിക്കാൻ പോകുന്നത്. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കും. ഈ അവസരം ഉപയോഗപ്പെടുത്തുക. പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സംഗതിയാണ്. 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് കവറേജ് ആണ്. എന്നാൽ 899 രൂപയ്ക്ക് 15 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 സുപ്രധാന അറിയിപ്പുകൾ എല്ലാവരും തന്നെ കേൾക്കുക. നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.